നമസ്കാരം. കേരളത്തിലെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരിൽ 20 വർഷക്കാലത്തിലധികം ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം തടവ് പുള്ളികളുണ്ട്. ഇതിൽ വൃദ്ധരായവരും രോഗികളായവരും ധാരാളമാണ്. സർക്കാർ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക്, ജയിലിൽ നല്ല നടപ്പ് ഉള്ള ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷ ഇളവ് നൽകുന്ന ഒരു രീതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. സർക്കാരിന് അങ്ങനെ ചില അധികാരങ്ങളുണ്ട്. ജയിൽ ഉപദേശക സമിതിയും ജയിൽ DGPയും സമർപ്പിക്കുന്ന ഇത്തരം നല്ല നടപ്പിന് വിധിക്കപ്പെട്ട ചില ജീവപര്യന്തം തടവുകാർക്ക് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് ജയിലിൽ നിന്നും അവരെ മോചിതരാക്കാറുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് കരുതിയാൽ, 2009 ചെങ്ങന്നൂർ ഭാസ്കര വില്ലയിൽ ഭാസ്കര കാരണവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭാസ്കര കാരണവരുടെ ഇളയ മകനായ ബിനുവിൻ്റെ ഭാര്യ ഷെറിൻ 3 ജീവപര്യന്തം ശിക്ഷയാണ് അനുഭവിച്ചു വരുന്നത്. ഷെറിനും ഷെറിൻ്റെ വിവിധ സുഹൃത്തുക്കളും ചേർന്ന് 2009 നവംബർ 8-ാം തീയതിയാണ് ഭാസ്കര കാരണവരെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. പോലീസിൻ്റെ സ്തുത്യർഹമായ അന്വേഷണത്തിനൊടുവിലാണ് ഷെറിൻ കുറ്റസമ്മതം നടത്തിയത്. ഷെറിനൊപ്പം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മറ്റ് 3 സുഹൃത്തുക്കൾക്ക് കൂടി ഇരട്ട ജീവപര്യന്തം കിട്ടുകയുണ്ടായി. എന്നാൽ ഷെറിന് 3 ജീവപര്യന്തം ശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഇതേ തുടർന്ന് പല ജയിലുകളിലായി ഷെറിന് കഴിയേണ്ടതായി വന്നു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് വിയ്യൂരിലേക്കും, അവസാനം വിയ്യൂരിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്കുമാണ് ഷെറിനെ മാറ്റേണ്ടി വന്നത്. ഈ ജയിലുകളിലെല്ലാം, അതായത് അട്ടക്കുളങ്ങര ജയിലിലും തിരുവനന്തപുരം ജയിലിലും വിയ്യൂർ സെൻട്രൽ ജയിലിലുമെല്ലാം ഷെറിൻ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് അവസാനം കണ്ണൂർ ജയിലിലേക്ക് ഷെറിനെ മാറ്റേണ്ടതായി വന്നത്. എന്നാൽ കണ്ണൂർ ജയിലിൽ ഷെറിൻ നല്ല നടപ്പുള്ള ഒരു നല്ല കുറ്റവാളിയാണ് എന്നാണ് ജയിലിൽ നിന്നുള്ള ഒരു ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് പോയിരിക്കുന്നത്. ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായ സരള, സഖില, KK ലതിക എന്നിവർ ഏതു വിധേനയും ഷെറിനെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ജയിലിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു തടവ് പുള്ളി വേറെയില്ല. മാത്രമല്ല, അവർ 14 വർഷം തടവ് അനുഭവിച്ചു കഴിഞ്ഞു. 3 ജീവപര്യന്തമാണ് അവർക്കുള്ളത്. ചെറിയ പ്രായമാണ്. ശിക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ അവർക്ക് ജയിൽ മോചനത്തിനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ കാണിച്ചുകൊണ്ടാണ് ജയിൽ ഉപദേശക സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജയിൽ DGPയും ഇതേ ഉത്തരവ് തന്നെയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. ഇതേ റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഷെറിൻ്റെ ജയിൽ മോചനം സാധ്യമാകുന്നില്ല. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉത്തരവുണ്ടായിരിക്കണം, അവരുടെ റിപ്പോർട്ട് കിട്ടണം. നല്ല നടപ്പിന് ഈ തടവുകാരി ജയിലിൽ നല്ല നടപ്പ് അനുഭവിക്കുന്ന ആൾ തന്നെയാണ്, വേറെ കുറ്റക്കാരിയല്ല. ഇനി സമൂഹത്തിലേക്ക്, ഇവർ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്ന് മറ്റു കുഴപ്പങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെയും മനുഷ്യാവകാശ കമ്മീഷൻ്റെയും പോലീസിൻ്റെയും എല്ലാം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇവരെ ജയിൽ മോചിതയാക്കാൻ വേണ്ടി സർക്കാരിന് സാധ്യമാകൂ. അതും സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇതിലൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഗവർണറുടെ ശുപാർശയ്ക്ക് വേണ്ടി ഇത് മാറ്റിവെക്കേണ്ടതായി വരും. അതായത് ഗവർണർ ആർലേക്കറുടെ പരിഗണനയ്ക്ക് വേണ്ടി ഗവർണർ ശുപാർശ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ തലവേദന. എന്നാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന, അഥവാ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്, ഷെറിനെ ജയിൽ മോചിതയാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ തെക്കൻ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി വലിയ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. സർക്കാരിലും ജയിലിലുമെല്ലാം വളരെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് 20 വർഷത്തിലധികമായി ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന, പല ജീവപര്യന്ത ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കുന്ന പലരും, വൃദ്ധരായവരുണ്ട്, രോഗികളായവരുണ്ട്, ജയിലിൽ നല്ല നടപ്പുള്ള ആളുകളുണ്ട്. ഈ തടവ് പുള്ളികൾക്കൊന്നും കിട്ടാത്ത ഒരു പരിഗണന ഷെറിന് കിട്ടിയതിൻ്റെ പിന്നിൽ തെക്കൻ ജില്ലക്കാരനായ ഒരു മന്ത്രിയുടെ സ്വാധീനമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഷെറിൻ്റെ ജയിൽ മോചനത്തിനുള്ള സാധ്യതകൾ തെളിയുകയല്ല, അത് മങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൻ്റെ കൃത്യമായ വിയോജിപ്പോടുകൂടി ഗവർണർ ആർലേക്കർ പിണറായി വിജയൻ്റെ ഈ ശുപാർശ അംഗീകരിക്കാൻ സാധ്യതയില്ല. സർക്കാർ എടുത്ത തീരുമാനം സാധാരണഗതിയിൽ ഗവർണർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഗവർണർ തീർത്തും
തൻ്റേതായ നിലപാടും അധികാരവും പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ ഗവർണറുടെ കയ്യിലാണ് ഇനി ഷെറിൻ ജയിൽ മോചിതയായി പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഗവർണറുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്. സർക്കാർ എടുക്കുന്ന ഈ തീരുമാനം, അല്ലെങ്കിൽ സർക്കാർ മന്ത്രിസഭ കൂടി എടുത്തിരിക്കുന്ന ഈ തീരുമാനം നടപ്പിൽ വരുത്താനാകുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവർണറാണ്. ഷെറിൻ്റെ മോചനം സംബന്ധിച്ച പന്തും ഫയലും ഗവർണറുടെ കോർട്ടിലാണ്. ഗവർണറാണ് ഇതിൽ ഇനി തീരുമാനമെടുക്കുക. നിലവിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഷെറിൻ്റെ മോചനത്തിന് സാധ്യത ഏതുമില്ല. ഗവർണർ ആർ ലേക്കർ സർക്കാരിൻ്റെ ശുപാർശ തിരിച്ചയക്കും. അതിൽ ഒപ്പിടാൻ സാധ്യതയില്ല. ജയിലിൽ കഴിയുന്ന ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് വൃദ്ധരായവരോ രോഗികളായവരോ നല്ല നടപ്പിനുള്ള ആരുടെയെങ്കിലും പേര് സർക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഗവർണർ ഒരുപക്ഷെ അത് പരിഗണിച്ചേക്കാം. എന്നാൽ ഷെറിൻ്റെ ഈ ശുപാർശ, ഷെറിനെ പുറത്തുവിടണം എന്നുള്ള ശുപാർശ ഒരുപക്ഷെ ഗവർണർ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഈ ശുപാർശ തള്ളാൻ തന്നെയാണ് സാധ്യത എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ വീണ്ടും ഗവർണറുടെ മുന്നിൽ നാണിച്ച് ചൂളി നിൽക്കേണ്ട ഗതികേടിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഷെറിൻ്റെ കാര്യത്തിൽ എന്തായാലും വഴിവിട്ട ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു. സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഷെറിന് വേണ്ടി സ്വാധീനം ചെലുത്തിയിരിക്കുന്ന അവസരത്തിൽ ഷെറിന് കിട്ടാവുന്ന അംഗീകാരമല്ല ഇത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ജയിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തിറങ്ങാൻ ഷെറിന് യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. ഷെറിൻ ജയിലിൽ തന്നെ പ്രശ്നക്കാരിയായിരുന്നു. മനഃപൂർവ്വം തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ കണ്ടെത്തുകയും ഭർത്താവിനെയും കുടുംബത്തെയും വഞ്ചിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഭാസ്കര കാരണവർ ഷെറിൻ്റെ ദുർനടത്തിപ്പിനെ ചോദ്യം ചെയ്തത്. ഈ ദുർനടത്തിപ്പിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഷെറിൻ്റെ പല കാമുകന്മാരെയും വിളിച്ചു വരുത്തി കൂടിയാലോചിച്ചതിന് ശേഷം അവരിൽ 3 പേരെ കൂട്ടി തന്നെയാണ് ഷെറിൻ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതിനാൽ ഷെറിന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള മനസ്സാണ്. അത് എത്ര കണ്ട് പുറത്തിറങ്ങിയാലും മാറാൻ സാധ്യതയില്ല. ശിക്ഷാ കാലയളവ് അവർ പൂർണ്ണമായും അനുഭവിച്ചേ പറ്റൂ. മാത്രമല്ല അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഷെറിന് ജയിൽ മോചനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഗവർണർ ആർ ലേക്കറുടെ കയ്യിലിരിക്കുന്ന കാര്യം തന്നെയാണ്. ആർ ലേക്കർ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.